ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ട് നേരെ വന്ന് ഞാൻ ഉമ്മർത്തിരിക്കും കേട്ടോ. കാണാൻ ഒരുപാട് കാഴ്ചകളില്ലെങ്കിലും ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫോണൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് കുറേ നേരം ഇരിക്കുമ്പോൾ ഒരു ദിവസം മൊത്തത്തിൽ നമ്മൾ ഉഷാറാക്കാനുള്ളതൊക്കെ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. കാരണം എന്തെങ്കിലുമൊക്കെ ആലോചിച്ചും ചിന്തിച്ചൊക്കെ അവിടെ അങ്ങനെ ഇരിക്കും. ഇരിപ്പൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ പാപ്പൂനെയും കൊണ്ട് ഒരു റൗണ്ട് അടിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അവളെയും കൊണ്ട് നടക്കല്ല കേട്ടോ, ഓടലാണ് അവളുടെ പണി. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും വലിച്ചുകൊണ്ട് ഓടൽ. കാരണം 36 ഫസ്റ്റ് നടക്കണം, ബാക്കിലൊന്നും നടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഓടൽ തന്നെ ഓടൽ കേട്ടോ. കുറച്ച് നേരം പോയി കഴിയുമ്പോൾ തന്നെ ആൾക്ക് വയ്യാണ്ടാവും കേട്ടോ. ആളൊരു ഇത്തിരി കുഞ്ഞി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് നേരം ആളെ എടുത്തുകൊണ്ട് നടക്കും കേട്ടോ. കാരണം എടുത്തുകൊണ്ട് നടക്കാനും നല്ല ഇഷ്ടമാണ്, നല്ല രസമാണ് കേട്ടോ എടുത്തുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തോന്നുന്നുണ്ട് 36 നടക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ ആളവിടെ സ്റ്റോപ്പായിട്ട് നിൽക്കും. പിന്നെ നമ്മൾ അവളെ എടുത്ത് കൊഞ്ചിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. ഇന്നും അതുപോലെ തന്നെ ചെയ്തതുകൊണ്ട് തന്നെ അവളെ എടുത്ത് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുക്ക് എടുത്ത് വായിക്കും. കാരണം ഇപ്പോൾ വായന തീരില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ പഠിക്കാനൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇനി വായനയുടെ സമയം വരുന്ന ടൈമിൽ നമുക്കൊരു തപ്പിപ്പിടുത്തം വരും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ബുക്കൊക്കെ എടുത്ത് വായിക്കും കേട്ടോ. ഇടയിൽ ആയിരിക്കും വായിക്കുക. ചില ബുക്കുകൾ ഫുള്ളായിട്ട് വായിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ കുറേ ഞാൻ വായിച്ച് പോയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇടയിലൊരു പേജ് എടുത്ത് ഒരു റൗണ്ട് ഒരു വായന കഴിഞ്ഞു കേട്ടോ. ഈ വക പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മുടെ ടീ ടൈം ആയിട്ടുണ്ടാവും കേട്ടോ. കറക്റ്റ് 7:30 എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ പാൽക്കാരൻ പാല് കൊണ്ടുവന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നേരെ പോയി പാലൊക്കെ എടുത്തോണ്ടെന്ന് അത് വെച്ച് കുടിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം വെറുതെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞാൻ ഉണ്ടാക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ വെറുതെ ഇരുന്നത്. കാരണം ഇന്ന് അമ്മ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻകൂട്ടം മിക്ക ദിവസങ്ങളും തലേദിവസം വെക്കുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു കറി സെറ്റായിട്ടുണ്ട്. പിന്നെ ചോറും അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് കേട്ടോ. അതും അമ്മ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ക്ലീനിങ് ജോലികളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മാക്സിമം പണികൾ അമ്മ രാവിലെ തീർത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ക്ലീനിങ്ങിന് നിൽക്കുന്നതിന് മുമ്പാണ് സുലമായി നമുക്ക് കടച്ചക്ക കൊണ്ടു തന്നത് കേട്ടോ. കടച്ചക്കയല്ല, ഇടിയൻ ചക്ക. അപ്പോൾ പിന്നെ അത് സെറ്റാക്കാണ്ട് പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് അതിനെ സെറ്റാക്കാൻ നിന്നു കേട്ടോ. അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ഇത് അരിയേണ്ട കാര്യമില്ലല്ലോ, കുക്കറിലിട്ട് അടിച്ചിട്ട് പിന്നെ ചതച്ചെടുത്താൽ പോരെയെന്ന്. പിന്നെ നേരെ കുക്കറിലിട്ട് അടിച്ച് അത് ചതച്ചെടുത്ത് കൂട്ടാനൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ. ഉണ്ണിക്ക് ഹോസ്റ്റലിൽ പോകാനുള്ള സമയമായിട്ടുണ്ട്. അതാണ് ഇനി മുതലുള്ള നമ്മുടെ അങ്ങോട്ടുള്ള പരിപാടി. കാരണം ആൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ സ്റ്റെപ്പായിട്ട് ഇപ്പം തന്നെ ഒതുക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ലാസ്റ്റ് പോകുന്ന നേരത്ത് ഇതായില്ല എന്ന് പറഞ്ഞാൽ ആകെ തിരക്കാവും. ഞാൻ അമ്മയും തൃശ്ശൂർ പോയിട്ട് അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബെഡ്ഷീറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. കാരണം 2 മാസം കഴിഞ്ഞ് പോവാണ്. 1 വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ വക സാധനങ്ങളൊക്കെ മാറ്റണമല്ലോ, ബെഡ്ഷീറ്റൊക്കെ. അതുകൊണ്ട് തന്നെ പുതിയത് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പോയപ്പോൾ അത്യാവശ്യം നല്ല റിഡക്ഷനിൽ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റുകൾ. കഴുകുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കാണാനും നല്ലതാണ്. പിടിച്ചു നോക്കുമ്പോൾ ഒക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഉണ്ണിക്ക് വാങ്ങിയ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ 2-3 എണ്ണം. അതൊക്കെ ഒന്ന് തയ്ച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം സൈഡ് ഭാഗത്ത് ചിലപ്പോൾ ഇങ്ങനെ പിന്നി പോന്നാലോ എന്ന് പേടിച്ചിട്ട് നമ്മളത് തുന്നാൻ കൊണ്ട് കൊടുത്തു. അത് കൈയോടെ തന്നെ ആൾ തുന്നിത്തരും കേട്ടോ. കാരണം സുലുമായിയാണ് നമ്മുടെ ഇവിടുത്തെ ഒഫീഷ്യൽ തുന്നക്കാരി. ആളത് വേഗം തന്നെ ചെയ്ത് തരും കേട്ടോ. ഉണ്ണിക്ക് കൊണ്ടുപോകാനുള്ളതുകൊണ്ട് തന്നെ അതൊക്കെ കൊണ്ടു കൊടുത്ത് തുണി ഒതുക്കൽ തന്നെ വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. കുറേ നേരം കഴിഞ്ഞു ഞങ്ങൾ ഒതുക്കിയൊക്കെ വന്നപ്പോൾ. അമ്മ രാവിലെ വെറുതെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒതുക്കൽ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് തുടച്ചോളാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തുടയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണി അടിച്ചു വാരി ഇടുമ്പോൾ ഞാൻ അവിടെ നിന്ന് തുടയ്ക്കാണ്. തൊടാന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലല്ലോ. വെറുതെ നമ്മളിങ്ങനെ എല്ലായിടത്തും ഓടിച്ചോടിച്ച് പോയാൽ മതി. അടിച്ചു വരലാണ് കേട്ടോ കുറച്ചും കൂടി ടാസ്ക് പിടിച്ച പരിപാടി. വേറൊന്നല്ല, എല്ലാം അടുക്കി പറക്കി വെച്ച് ചെല്ലുമെന്നൊക്കെ അടിച്ച് അതൊരിത്തിരി ടാസ്ക്കാണ് കേട്ടോ. അതുകൊണ്ട് അത് ഉണ്ണീനെ ഏൽപ്പിച്ച് ഞാൻ തുടയ്ക്കാനായിട്ട് നിന്നു കേട്ടോ. തുടയ്ക്കാനായിട്ട് നിൽക്കുമ്പോൾ സാധാരണ പാപ്പ അവിടെ കിടന്ന് ഓടേണ്ടതാണ്. പക്ഷേ ഇന്ന് എന്ത് പറ്റിയാണോ 36 TV നോക്കി അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അച്ഛനവിടെ ഉള്ളതുകൊണ്ട് തന്നെ അച്ഛനെന്തോ സിനിമ വെച്ച് കാണുന്നുമുണ്ട്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ നേരെ പോയി കുളിച്ചു കേട്ടോ. കുളിച്ച് വന്നതിന് ശേഷം ചായ കുടിക്കാൻ ഒരു മൂടില്ലാത്തതുകൊണ്ട് തന്നെ ഒരു തണ്ണിമത്ത അവിടെ ഇരിക്കുന്നതുകൊണ്ട് അത് വെട്ടിക്കട്ടിച്ച് തിന്നാന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ അന്ന് മീഷോന്ന് വാങ്ങിയ കത്തികളിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് അത്യാവശ്യം വലിപ്പമുള്ള കത്തിയായിരുന്നു. എന്ത് വെച്ച് കട്ട് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് തണ്ണിമത്തം കിട്ടിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉദ്ഘാടനം ഞാൻ ഇതോടുകൂടി തീർത്തിട്ടുണ്ട്. ഉണ്ണിക്കും അച്ഛനും എനിക്കുള്ള തണ്ണിമത്തനെടുത്ത് ഞങ്ങൾ നേരെ അത് കഴിക്കാനായിട്ട് പോയിട്ടോ. കുറേ നാളായിട്ടോ TV ഒരു നല്ല പടമൊക്കെ കണ്ടിട്ട്. ഇപ്പം അങ്ങനെ പടങ്ങളിലൊന്നുമില്ല, ഫുൾ ടൈം ഫോണിലാണല്ലോ. ഇന്ന് 1 മൂവി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതിരുന്ന് കാണാമെന്ന്. കാരണം ഞാൻ ഇതുവരെ ആ മൂവി കണ്ടിട്ടില്ല കേട്ടോ. 1 വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സംഭവം ഇറങ്ങിയിട്ട്. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല.
കാരണം ഒരു ഫിലിം കാണുകയാണെങ്കിൽ എനിക്കത് ആദ്യം മുതലേ കാണണം, അല്ലെങ്കിൽ പിന്നെ അത് കാണാനൊരു രസം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ കിട്ടാറില്ല. ഇന്ന് എന്തായാലും അത് കിട്ടിയതുകൊണ്ട് തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ എനിക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വ്ളോഗായിട്ട് വരാം. ബൈ ബൈ.